ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക് എക്കണോമിക് ടൂൾസ്. അതായത് നമ്മളുടെ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ധാരാളം എക്കണോമിക് ടൂൾസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രധാനപ്പെട്ട ടൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ബേസിക് എക്കണോമിക് ടൂൾസ് പ്രധാനമായിട്ടും 5 ടൈപ്പ് എക്കണോമിക് ടൂൾസ് ആണുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Opportunity cost is the cost of next best alternative which is given up. It is the cost of foregoing or giving up an opportunity. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാമായിരുന്ന ഒരു ലാഭം അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചതുകൊണ്ട് നമുക്ക് ഉണ്ടായൊരു കോസ്റ്റ്, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഒരു കമ്പനിക്ക് 2 പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ആ 2 പ്രൊജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം വരികയാണ്. എ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം കമ്പനിക്ക് ഒരു പ്രൊജക്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. എയും ബിയും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ എ എന്ന് പറയുന്ന പ്രൊജക്റ്റ് സ്വീകരിക്കണം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പ്രൊജക്റ്റ് സ്വീകരിക്കണം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുകയാണ്, രണ്ടിലേതെങ്കിലും ഒന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ കമ്പനി എ എന്ന് പറയുന്ന പ്രൊജക്റ്റ് സ്വീകരിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ബി എന്ന പ്രൊജക്റ്റ് കൂടി സ്വീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബി എന്ന പ്രൊജക്റ്റ് സ്വീകരിച്ചിരുന്നെങ്കിൽ കമ്പനിക്ക് കിട്ടാമായിരുന്ന ഒരു ലാഭമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഉപേക്ഷിച്ചത് കൊണ്ട് കമ്പനിക്ക് ഉണ്ടായ ഒരു കോസ്റ്റ്, ഒരു ചിലവുണ്ട്. ആ ഒരു ചിലവിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഒന്ന് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, മറ്റേ ഒന്നിനെ ഗീവണപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഗീവണപ്പ് അല്ലെങ്കിൽ ആ ഒരു സാക്രിഫൈസ് കാരണം നമുക്കുണ്ടായ കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എ എന്ന പ്രൊജക്റ്റ് കമ്പനി തിരഞ്ഞെടുത്തപ്പോൾ ബി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ കമ്പനിക്ക് ഒരു ലാഭം ഉറപ്പായിട്ടും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ബി എന്ന പ്രൊജക്റ്റിനെ സാക്രിഫൈസ് ചെയ്യാണ് എ എന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ബി എന്ന പ്രൊജക്റ്റ് സാക്രിഫൈസ് ചെയ്തപ്പോൾ ബി കാരണം കമ്പനിക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ലാഭം നഷ്ടമാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ എന്ത് പറയാം, ബി എന്ന പ്രൊജക്റ്റ് നഷ്ടമായതുകൊണ്ട് കമ്പനിക്ക് ഒരു കോസ്റ്റ് ഉണ്ടാവുകയാണ്. ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ആൾസോ കാൾഡ് ട്രാൻസ്ഫർ കോസ്റ്റ് ഓർ ആൾട്ടർനേറ്റീവ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മറ്റ് 2 പേരുകളാണ് ട്രാൻസ്ഫർ കോസ്റ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കോസ്റ്റ്. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ ഓർ ഇൻക്രിമെൻ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇത് മാനേജീരിയൽ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇതിൻ്റെ 2 പേരുകളുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് മാർജിനൽ പ്രിൻസിപ്പിൾ എന്നോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ എന്നോ പറയാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ മാനേജീരിയൽ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ആർ ക്രൂഷ്യൽ ഇൻ പ്രൈസിങ് ഡിസിഷൻസ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ടാവും MCയും MRും. മാർജിനൽ കോസ്റ്റ് എന്താണ്, മാർജിനൽ റവന്യൂ എന്താണ്. അപ്പോൾ ഈ ഒരു MCയുടെ MRൻ്റെയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ ഈ MCയും അതുപോലെ MRും പ്രൈസിങ് ഡിസിഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ്. ഓക്കെ, പ്രൈസിങ് ഡിസിഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് MCയും MRും, മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ. അതായത് അറ്റ് ദ പോയിന്റ് വേർ മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ആർ ഈക്വൽ, MC ഈക്വൽ ടു MR, പ്രോഫിറ്റ് വിൽ ബി ദ മാക്സിമം ആൻഡ് ദ ഫേം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് ഒരു കമ്പനി MCയും MRും ഈക്വൽ ആകുമ്പോൾ, മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഒരു കമ്പനിയുടെ MCയും MRും ഈക്വൽ ആകുമ്പോൾ കമ്പനി എന്താണ്, മാക്സിമം പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ കമ്പനി എന്തിലാണ്, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരിക്കൽ കൂടി പറയാണ്, ഒരു കമ്പനിയുടെ MCയും MRും മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകുമ്പോൾ കമ്പനി എന്താണ്, മാക്സിമം പ്രോഫിറ്റ് നേടണം, അല്ലെങ്കിൽ കമ്പനി ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റിൽ കമ്പനി
നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എം സിക്കും എം ആറിനും മാനേജീരിയൽ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. എം സി ആൻഡ് എം ആറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് തേർഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ഇറ്റ് വാസ് മാർഷൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് എലമെൻറ്റ് ഓഫ് ടൈം ഇൻ ദ വാല്യൂ തിയറി. അപ്പോൾ മാർഷലാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാർഷലാണ്. ഡിഫറെൻറ്റ് ഡിസിഷൻസ് ഹാവ് ടു ബി ടേക്കൺ അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ടൈം. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല ഡിസിഷൻസും എടുക്കേണ്ടത് പല രീതിയിലും ടൈമിനെ അടിസ്ഥാനത്തിലായിരിക്കണം. പല പീരീഡ്സ് ഓഫ് ടൈം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പലപ്പോഴും പല ഡിസിഷൻസും ഒരു ഓർഗനൈസേഷനിൽ എടുക്കേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് കുറച്ച് സ്റ്റോക്ക് അധികം വന്നു. നമുക്കറിയാം ഒരു കമ്പനിക്ക് സ്റ്റോക്ക് കൂടുതൽ വന്നാലും പ്രോബ്ലമാണ്, കുറവ് വന്നാലും പ്രോബ്ലമാണ്. സ്റ്റോക്ക് എപ്പോഴും കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ കമ്പനിക്ക് കുറച്ച് അധികം സ്റ്റോക്ക് വന്നപ്പോൾ കമ്പനി ബാക്കി വന്ന സ്റ്റോക്ക് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കമ്പനി ഒരു ഷോർട്ട് റൺ കമ്പനിയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഈ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് റൺ, ലോങ് റൺ അങ്ങനെ തിരിക്കാം. അപ്പോൾ കമ്പനി ഒരു ഷോർട്ട് റൺ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ചിലവൊന്നും നോക്കാതെ കിട്ടുന്ന വിലയ്ക്ക് ആ ഒരു സ്റ്റോക്കിനെ വിൽക്കാം, സെയിൽ ചെയ്യാം. നേരെ മറിച്ച് കമ്പനി ഒരു ലോങ് റൺ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പൈസയ്ക്കൊക്കെ പോയിട്ട് സ്റ്റോക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടൈം പെർസ്പെക്റ്റീവ് എത്രത്തോളം കമ്പനിയിലെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമ്മൾ വ്യത്യസ്ത ടൈം പീരീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയിൽ പല ഡിസിഷൻസും എടുക്കാം. അതുകൊണ്ട് ടൈമിന് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഉള്ളത്. അപ്പോൾ ദർ ആർ 4 മാർക്കറ്റ് ഫോംസ് ബേസ്ഡ് ഓൺ ടൈം: വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 4 മാർക്കറ്റ് ഫോമുകളാണുള്ളത്. ഒന്ന് വെരി ഷോർട്ട് പീരീഡ്, പിന്നെ ഒന്ന് ഷോർട്ട് പീരീഡ് ആൻഡ് ലോങ് പീരീഡ്, പിന്നെ സെക്യുലർ പീരീഡ്. അങ്ങനെ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 മാർക്കറ്റ് ഫോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. അതായത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ കാണിച്ചു തരുന്നത്. ആൻഡ് ഫോർത്ത് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. ദ റുപ്പി ഇൻ ഹാൻഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. ദിസ് മീൻസ് ദാറ്റ് മണി ഹാസ് ടൈം വാല്യൂ. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പണത്തിനാണ് നമ്മൾ കൂടുതൽ മൂല്യം നൽകുക. നാളെ നമുക്ക് പണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്നുണ്ടെങ്കിലും നാളെ നമുക്ക് കിട്ടാമെന്ന് കരുതുന്ന ഫ്യൂച്ചർ മണിയേക്കാൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പം നമ്മുടെ കയ്യിലുള്ള മണിക്കായിരിക്കും. ഓക്കെ, നാളെ നമുക്ക് പണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഫ്യൂച്ചർ മണിക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. നാളെ അത് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ നാളെ കിട്ടുമെന്ന് കരുതുന്ന പണത്തേക്കാൾ നമുക്ക് വാല്യൂ എന്തിനായിരിക്കും? ഇപ്പം നമ്മുടെ കയ്യിലുള്ള പണം എത്രയാണോ അതിനാണ് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഫ്യൂച്ചർ മണി ഡിസ്കൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പറയാം. ദ ഫ്യൂച്ചർ മണി ഷുഡ് ബി ഡിസ്കൗണ്ടഡ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. അപ്പോൾ ഫ്യൂച്ചർ മണി, ഭാവിയിൽ നമുക്ക് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പണം, അതിനാണ് ഫ്യൂച്ചർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചർ മണി ഡിസ്കൗണ്ടഡ് ആണ് എന്ന് പറയാൻ പ്രധാനമായിട്ടും 2 റീസൺസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ വൺ റീസൺ ഈസ് ദാറ്റ് ഫ്യൂച്ചർ മണി ഇൻവോൾവ്സ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. അതായത് ഫ്യൂച്ചർ മണി എന്ന് പറയുന്നത് റിസ്ക്കും അൺസർട്ടൈനിറ്റി ഉള്ളതാണ്. റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. സെർട്ടൈനൊന്നല്ല, അൺസർട്ടൈനാണ്. അതുപോലെ റിസ്ക്കും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ മണി ഡിസ്കൗണ്ടഡ് ആവാനുള്ള ഒന്നാമത്തെ റീസൺ അതാണ്. ഫ്യൂച്ചർ മണി എന്നുള്ളത് എന്താണ്? റിസ്ക്കും അൺസർട്ടൈനിറ്റിയും ഉള്ളതാണ്. അതുപോലെ ദ അതർ റീസൺ ഈസ് ദാറ്റ് ടു വെയിറ്റ് ഫോർ ഫ്യൂച്ചർ ഇംപ്ലൈസ് എ സാക്രിഫൈസ് ഇൻ ദ പ്രസൻറ്റ്. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? സാക്രിഫൈസ് ചെയ്യാണ്, അല്ലേ? കറക്റ്റാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രസൻറ്റിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. ഈ 2 റീസൺസ് ഉള്ളതുകൊണ്ട്, അതായത് ഫ്യൂച്ചർ മണി എന്നുള്ളത് റിസ്ക് ആൻഡ് അൺസർട്ടൈൻ ആണ്. അതുപോലെ ഫ്യൂച്ചർ മണിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസൻറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ്. ഈ 2 റീസൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്? ഫ്യൂച്ചർ മണി എന്നുള്ളത് ഡിസ്കൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പറയാം. ദസ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ വെദർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്.
അതുകൊണ്ട് തന്നെ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഒരു ടേം അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ സഹായിക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുക, ഭാവിയിൽ ലാഭം കിട്ടിയേക്കാം, ഭാവിയിൽ പ്രോഫിറ്റ് കിട്ടിയേക്കാം എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഭാവിയിൽ പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആണോ എന്ന് കമ്പനിക്ക് മനസ്സിലാക്കാൻ കമ്പനിയെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, and last principle, equimarginal principle. This principle is also known as principle of maximum satisfaction. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം satisfaction. According to this principle, an input should be allocated in such a manner that value added by the last unit of output is same in all users. അതായത് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു കൺസ്യൂമറിന് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കൺസ്യൂമർ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ കൺസ്യൂമർ ആ പ്രൊഡക്റ്റിന് വേണ്ടി എത്ര പ്രൈസ് മുടക്കിയോ, എത്ര പണം മുടക്കിയോ അത്ര തന്നെ സാറ്റിസ്ഫാക്ഷൻ വേണമെന്നും ആ കൺസ്യൂമർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അയാൾ എത്ര പ്രൈസ് മുടക്കിയോ അത്ര ആ പ്രൈസിൻ്റെ അത്രയും അളവിലുള്ള മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടണം എന്നാണ് ഒരു കൺസ്യൂമർ എപ്പോഴും ആഗ്രഹിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു കമ്പനി ഒരു ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്പനി പുതിയ ഇൻപുട്സ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മാക്സിമം ഇൻപുട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് വേ ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് എ ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആൾ ഇൻപുട്സ് ഓഫ് എ ഫേം ടു മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മാക്സിമം ഇൻപുട്സ്, ഒരു കമ്പനിയിലെ മാക്സിമം ഇൻപുട്സ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു കമ്പനി മാക്സിമം പ്രോഫിറ്റ് നേടാൻ ശ്രമിക്കുകയാണ്. ഒരു കൺസ്യൂമറുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് മേടിക്കും, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അയാൾ അതിനുവേണ്ടി എത്ര പണം മുടക്കിയോ അത്ര തന്നെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കാനാണ് ഒരു കൺസ്യൂമർ എപ്പോഴും ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഒരു കമ്പനി ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ കമ്പനി ആ പ്രൊഡക്റ്റിന് വേണ്ടി എത്രത്തോളം ഇൻപുട്സ് കൊടുത്തിട്ടുണ്ടോ, എത്രത്തോളം ഇൻപുട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ പ്രോഫിറ്റ് കിട്ടണമെന്നാണ് ഒരു കമ്പനി എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർ എലിമിനേറ്റിംഗ് വേസ്റ്റ് ഇൻ യൂസ്ലെസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഒരു കമ്പനിയിലെ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ യൂസ്ലെസ് ആക്ടിവിറ്റീസിലെ വേസ്റ്റേജുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ബഡ്ജറ്റിങ്ങിനും അതുപോലെ വേസ്റ്റേജൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പ്രധാനപ്പെട്ട 5 ബേസിക് എക്കണോമിക് ടൂൾസാണ് പറഞ്ഞത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്